മോളെ. എടി മോളെ. ഡോക്ടറെ ബുദ്ധിമുട്ടിക്കണ്ട. പ്രിയങ്കയുടെ കാര്യത്തിലുള്ള പേടി അവസാനിച്ചു. ഇനി പ്രിയങ്ക ഉറങ്ങി ഉണരുന്നത് ഒരു നോർമൽ അവസ്ഥയിലായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്താൽ മതി. എന്റെ മോൾക്ക് ഇനി കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ല, ഡോക്ടറെ? നിങ്ങൾ ധൈര്യമായിട്ടിരിക്കോ സിസ്റ്റർ. സിസ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ, ബഹളക്കാരിയാണെങ്കിലും അവരെ അടുത്തിരുത്തുന്നത് ഒരു പരീക്ഷണമായിരുന്നു. അത് വിജയിച്ചു. പ്രിയങ്ക ഈസ് ഓൾ റൈറ്റ് നൗ. ആ കുട്ടിയുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. കണ്ണ് തുറക്കുകയോ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ വിളിക്കണം. കേട്ടല്ലോ? ഓക്കെ സർ. ഓക്കെ. എന്റെ ഭഗവാനെ, ഇവൊന്നും എത്താൻ നോക്കിക്കോട്ടെ. ഉണ്ട് മുത്തശ്ശി, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. എന്താ മുത്തശ്ശി? ഒന്നുമില്ല. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ സ്ഥലത്തുനിന്ന് മുത്തശ്ശി തിരികെ എത്തി. അന്ന് മോള് കണിമംഗലത്തുനിന്ന് പോയതിനു ശേഷം എന്താ സംഭവിച്ചേ? ഓർത്തിട്ട് മോക്ക് കിട്ടുന്നുണ്ടോ? നടന്നത് എന്താണെന്ന് മുത്തശ്ശിയോട് പറ. അന്ന് ഞാൻ ഏർപ്പാടാക്കിയ ആളുകൾ കൃത്യമായിട്ട് കണിമംഗലത്ത് വന്നു. അവര് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിച്ച് എന്നെ വെളിയിലേക്ക് കൊണ്ടുവന്നതായിരുന്നു. എന്നിട്ട് ആവശ്യങ്ങളൊന്നും ഞാൻ വിളിക്കാം. ധൈര്യമായിട്ട് വിളിക്കാം മാഡം, ഞങ്ങൾ കൂടെ ഉണ്ട്. ശരി, എന്നാ നിങ്ങൾ വിട്ടോ. ശരി മാഡം. മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. മച്ചാനെ, ഇപ്പൊ അങ്ങോട്ടേ ഒന്ന് കേറിയല്ലേ അവന്മാരെല്ലാരും കൂടെ നമ്മളെ അങ്ങ് പൊതിയും. അലിമ്പ് ടീമുകളാടാ.